മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് പുതിയ സമൻസ് നൽകുമെന്ന് ഇഡി. സ്വകാര്യ വിവരങ്ങൾ തേടിയുള്ള നിലവിലെ സമൻസ് പിൻവലിക്കുന്ന സാഹചര്യത്തിലാണിത്. കിഫ്ബി ഉദ്യോഗസ്ഥർക്കും സമൻസ് അയക്കും. എസ് ശരൺ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരൺ, നേരത്തെ ഈ അന്വേഷണം തുടരരുത് എന്നുള്ള ആവശ്യത്തിൽ, കിഫ്ബിയുടെ ആവശ്യത്തിൽ ഹൈക്കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു. അന്വേഷണം തുടരാമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ വീണ്ടും ഇഡി സമൻസ് അയക്കാൻ നിൽക്കുന്നത്? തീർച്ചയായിട്ടും അന്വേഷണം തടസ്സപ്പെടുത്തുന്ന, അതായത് അന്വേഷണം തുടരാൻ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇഡി അറിയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ വ്യക്തി വിവരങ്ങൾ തേടാൻ കഴിയില്ലെന്ന് കോടതി നേരത്തെ കേസ് പരിഗണിക്കവേ ഇഡിയോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിലെ സമൻസ് പിൻവലിക്കുമെന്നുള്ള ഇഡി ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പുതിയ സമൻസ് നൽകാൻ തീരുമാനമായിരിക്കുന്നത്. അതായത് തോമസ് ഐസക്കിന് പുതിയ സമൻസ് നൽകുമെന്നുള്ളതാണ് ഇഡി വൃത്തങ്ങൾ അല്പസമയം മുമ്പ് അറിയിച്ചത്. ഇതോടൊപ്പം തന്നെ ഈ കിഫ്ബി ഉദ്യോഗസ്ഥർക്കും സമൻസ് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. ഈ മസാല ബോണ്ട് ഇടപാടിൽ ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നുമാണ് ഇഡിയുടെ വാദം. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ഇഡി കൂട്ടിച്ചേർക്കുന്നത്. ഈ അന്വേഷണം തുടരുന്നതിൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. സമൻസ് നൽകിയ ശേഷം അത്തരത്തിൽ തുടരന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇഡി അറിയിച്ചിരിക്കുന്നത്. ശരി, എസ് ശരണാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.